ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ഒരുപക്ഷെ യാദൃച്ഛികമായിട്ടായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ആമേൻ. ആമേൻ. സ്തോത്രം. ഈ വചനഭാഗങ്ങൾ നിശ്ചയമായും ദൈവം നിങ്ങളെ ആമേൻ വിടുവിക്കുക തന്നെ ചെയ്യും. കാരണം സ്തോത്രം, ദൈവത്തിൻ്റെ വചനം ആമേൻ വചനം ആമേൻ ആമേൻ സ്തോത്രം വചനം അയച്ച് നമ്മെ വിടുവിക്കുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 19-20 വാക്യങ്ങളുടെ പ്രകാരം പറയുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അയക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അയക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. പത്രോസും യോഹന്നാനും ആമേൻ ആമേൻ 9-ാം മണി നേരത്ത് ദേവാലയത്തിലേക്ക് പോകുന്ന സമയം ആമേൻ അമ്മയുടെ ഗർഭപാത്രം മുതൽ അല്ലെങ്കിൽ ജനനം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ ദേവാലയത്തിൻ്റെ മുൻപിൽ ഭിക്ഷയാചിക്കുവാൻ വേണ്ടി ആമേൻ കൊണ്ടിരുത്തുക പതിവായിരുന്നു. ആമേൻ. അപ്പോൾ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് ആമേൻ പത്രോസിനെയും യോഹന്നാനെയും കണ്ട ആ മനുഷ്യൻ ഭിക്ഷയാചിച്ചു. ആമേൻ. അപ്പോൾ പത്രോസും യോഹന്നാനും ആ മനുഷ്യനെ ഉറ്റുനോക്കി. ആമേൻ. ആമേൻ. ആ മനുഷ്യനെ ആമേൻ പത്രോസും യോഹന്നാനും ഉറ്റുനോക്കി. ആമേൻ. ആമേൻ. അവൻ ഭിക്ഷയാചിച്ചു. പത്രോസിനെയും യോഹന്നാനോടും ഭിക്ഷയാചിച്ചു. ആമേൻ. എന്തെങ്കിലും കിട്ടും, ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. ആമേൻ. പണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് സ്തോത്രം ഇവരിൽ നിന്ന് ലഭിക്കുമെന്ന ആഗ്രഹത്തോടെ പത്രോസിനെയും യോഹന്നാനോടും അവൻ യാചിക്കുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരു മനുഷ്യനിൽ നിന്ന് ഒരു സഹായം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ആ വ്യക്തിയോട് നമ്മുടെ അധരം തുറന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണം. ഹല്ലേലൂയ. അധരം തുറന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണം. ഹല്ലേലൂയ. ആമേൻ. ചോദിപ്പിൻ എന്നാൽ ലഭിക്കും. ആമേൻ. ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അധരം തുറന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് നമ്മിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും ദൈവത്തിന് നല്ലതുപോലെ അറിയാം. പക്ഷേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആമേൻ നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയിൽ കൂടെ അറിയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ആമേൻ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവേണ്ട സ്തോത്രം സകലതും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എല്ലാം നിശ്ചയമായും ദൈവം നമുക്ക് തരികയും ചെയ്യും. പക്ഷേ ആമേൻ സ്തോത്രം നമ്മുടെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അപ്പനായ സ്വർഗത്തിലെ പിതാവ് ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ ആമേൻ സ്തോത്രം വിശ്വാസത്തോടുകൂടെ ആമേൻ അവൻ്റെ ആവശ്യങ്ങൾ എന്നോട് അറിയിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. വിശ്വാസത്തോടുകൂടെ നാം ദൈവസന്നിധിയിൽ കടന്നു വരണം. വിശ്വാസമില്ലാതെ ദൈവത്തിൽ നിന്നൊന്നും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ആമേൻ സ്തോത്രം. ദൈവം ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ.
ആമേൻ. ഈ ഭൂമിയെ പടച്ച, ഭൂമിയെ സൃഷ്ടിച്ച ഒരു ദൈവം, സ്തോത്രം, ആമേൻ, ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഈ ഭിക്ഷാടകൻ, ഈ സുന്ദരം എന്ന ദേവാലയത്തിന് മുൻപിലിരിക്കുന്ന ഈ ഭിക്ഷാടകൻ, ആമേൻ, സ്തോത്രം, ആമേൻ, തൻ്റെ ദിനചര്യയായിട്ട്, അതായത് എല്ലാ ദിവസവും അവൻ്റെ സ്തോത്രം, എല്ലാ ദിവസവും അവൻ്റെ ജോലിയെപ്പോലെ, അല്ലെങ്കിൽ സ്തോത്രം, അവൻ ദിനം പ്രതി ചെയ്തു കൊണ്ട് വന്നിരുന്ന ഒരു കാര്യമാണ് ഹല്ലേലൂയ, സ്തോത്രം, ഈ ഭിക്ഷാടനം. ഹല്ലേലൂയ. ആമേൻ. കാരണം അവൻ, സ്തോത്രം, അവന് നടക്കുവാൻ കഴിയത്തില്ല, അവന് ജോലി ചെയ്യുവാൻ കഴിയത്തില്ല, അവന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ കഴിയത്തില്ല, പരസഹായം കൂടാതെ അവന്, സ്തോത്രം, യാതൊന്നും ചെയ്യുവാൻ അവന് സാധ്യമല്ല. അപ്പോൾ സ്തോത്രം, എങ്ങനെയാണ് അവൻ ആ ദേവാലയ ഗോപുരത്തിൻ്റെ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ മുൻപിൽ അവൻ വന്നത്? അവനെ മറ്റു ചിലർ കൊണ്ടുവന്നു. ആമേൻ. അപ്പം അവനെ കൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, മറ്റു പലർക്കും അവനെ കൊണ്ട്, സ്തോത്രം, ആദായം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷെ അവൻ്റെ കുടുംബക്കാർക്കായിരിക്കാം. ആമേൻ, സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം, വേറെ ഏതോ വ്യക്തികൾ അവനെ സഹായിക്കുവാൻ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. അവരുടെ ഉദ്ദേശം, സ്തോത്രം, ഈ മനുഷ്യനെ ഞാൻ, സ്തോത്രം, ദേവാലയത്തിൻ്റെ മുൻപിൽ കൊണ്ടിരുത്തും, അനേകർ ഇവൻ്റെ അവസ്ഥയൊക്കെ കണ്ട്, സ്തോത്രം, ഇവൻ അനുഭവിക്കുന്ന ദുരിതം കണ്ട് പലരെ സഹായിക്കും. ആ സഹായത്തിൽ നിന്ന് ഞങ്ങൾ ഒരു പങ്ക് പറ്റും. ഞങ്ങൾ, സ്തോത്രം, ആമേൻ, സ്തോത്രം, ഞങ്ങൾക്കൊരു ആദായം ഇവൻ മുഖാന്തരം ലഭിക്കുമെന്ന്, സ്തോത്രം, അറിഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ, ഇവനെ സഹായിക്കുവാൻ, അല്ലെങ്കിൽ ഇവനെ ആ ദേവാലയത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും തിരികെ കൊണ്ടുപോകുവാനും മനുഷ്യരുണ്ടായിരുന്നു. പക്ഷേ ആത്യന്തികമായി, സ്തോത്രം, ഇവന് ഈ മനുഷ്യൻ്റെ, ആമേൻ, ഹൃദയത്തിനകത്തുള്ള ആവശ്യം, ഹൃദയത്തിനകത്തുള്ള വേദന, സ്തോത്രം, ഹല്ലേലൂയ, എന്താണെന്ന് ഇവർക്കാർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. അവന് ലഭിക്കേണ്ട സന്തോഷം എന്താണെന്ന്, ആമേൻ, സ്തോത്രം, അവനെന്താണ്, സ്തോത്രം, ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന്, സ്തോത്രം, ഇവർക്കാർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, അനേകം ദൈവഭക്തന്മാർ, സ്തോത്രം, തൻ്റെ മുമ്പിൽ, ആമേൻ, നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, ആമേൻ, ദൈവത്തെ വണങ്ങുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് അനേകർ കടന്നു പോകുന്നു. ആമേൻ. അനേകർ, സ്തോത്രം, ഇവന് ഭിക്ഷ കൊടുക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇതാ, സ്തോത്രം, 9 മണി നേരത്ത് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി അവൻ്റെ ജീവിതത്തിലേക്ക് നടക്കുവാൻ പോകുന്നു എന്ന്, സ്തോത്രം, അവൻ പോലും അറിഞ്ഞില്ല. പക്ഷേ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ ഇതാ, സ്തോത്രം, യേശു കർത്താവ് അവൻ്റെ ഹൃദയത്തിനകത്ത് വേദന, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വേദന മാറ്റുവാൻ വേണ്ടി ഇതാ 2 ദൈവപുരുഷന്മാരെ, സ്തോത്രം, അവനായിരിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവം അയക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, പത്രോസും യോഹന്നാനും, സ്തോത്രം, അവനെ കുനിഞ്ഞു നോക്കി. ഹല്ലേലൂയ. അവനെ സൂക്ഷിച്ചു നോക്കി. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ മനുഷ്യൻ മുഖാന്തരം ഒരു ദേശം വിടുവിക്കപ്പെടുക. ഈ മനുഷ്യൻ മുഖാന്തരം അനേകരുടെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ലോകം തള്ളിക്കളഞ്ഞ്, സ്തോത്രം, ഒരു വേസ്റ്റ് എന്ന പോലെ കണക്കാക്കിയിരിക്കുന്ന ഈ മനുഷ്യനെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഇവിടെ ഇതാ, സ്തോത്രം, ഒരു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ആ മനുഷ്യൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രതീക്ഷയോടുകൂടെ ഈ മനുഷ്യരെ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, പത്രോസ് പറയുന്നൊരു വാക്കുമുണ്ട്. ആമേൻ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ആമേൻ, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ആ വാക്കിൻ്റെ മേൽ അവൻ്റെ നരിയാണികൾ ഉറച്ചു. ഹല്ലേലൂയ. ക്ഷണത്തിൽ അവൻ്റെ, സ്തോത്രം, കാലുകൾക്ക് പുതുബലം വന്നു. ഹല്ലേലൂയ. അവൻ, സ്തോത്രം, അവൻ്റെ, സ്തോത്രം, മുടന്ത് മാറി അവൻ ചാടി എഴുന്നേറ്റ്, സ്തോത്രം, ഹല്ലേലൂയ, അവനവിടെ കിടന്ന് തുള്ളിച്ചാടി. ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടെ. ഹല്ലേലൂയ. അവൻ അറിയത്തില്ല ആരാ എന്നെ വിടുവിച്ചതെന്ന്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ, സ്തോത്രം,
അനേകം ദൈവഭക്തന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്തോത്രം ഹല്ലേലൂയ, ഈ 2 പേരുടെ മേൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഈ 2 പേരുടെ മേൽ വ്യാപരിച്ച ദൈവശക്തി ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവിടെ അത്ഭുതമായി മാറി. ഹല്ലേലൂയ ആമേൻ. ആ മനുഷ്യനെ വിടുവിക്കുവാൻ വേണ്ടി മാത്രമല്ല, ആ ദേശക്കാരെ ഹല്ലേലൂയ, ആ ദേശക്കാരെ വിടുവിക്കുവാൻ, ആ പള്ളിപ്രമാണിയെ സ്തോത്രം വിടുവിക്കുവാൻ ആമേൻ സ്തോത്രം, ആ ദേശക്കാർക്ക് ഹല്ലേലൂയ, ആ ദേശക്കാർക്കൊരു സാക്ഷിയാക്കി ആമേൻ സ്തോത്രം ഈ മുടന്തനായ മനുഷ്യനെ ദൈവം ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു സാക്ഷിയാക്കി ഈ മനുഷ്യനെ മാറ്റി. ഹല്ലേലൂയ. അവന് ലഭിക്കേണ്ട സന്തോഷം, അവന് ലഭിക്കേണ്ട ആത്മസന്തോഷം അവൻ പ്രാപിച്ചു. ഹല്ലേലൂയ. ആ ദേശക്കാർക്ക് ആമേൻ സ്തോത്രം ഒരു വലിയൊരു സാക്ഷിയായി പത്രോസിൻ്റെ കൂടെയും യോഹന്നാൻ്റെ കൂടെയും അവൻ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. നോക്കുക, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, ലോകം നിന്നെ ഉപയോഗിച്ചുകൊണ്ട് സ്തോത്രം പലർ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്നെ ഒരു ഉപയോഗപാത്രമാക്കി നിന്നെ മാറ്റിയിരിക്കാം. ആമേൻ. ലോകം നിന്നെ തള്ളിക്കളഞ്ഞ് നിന്നെക്കൊണ്ടൊരു ഉപയോഗമില്ല എന്ന് പറഞ്ഞ് ഒരു വേസ്റ്റ് എന്ന കണക്ക് നിന്നെ മാറ്റിയിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ല. ഹല്ലേലൂയ. ദൈവം നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള വേദനകൾ അറിഞ്ഞ്, നിൻ്റെ ഭാരങ്ങൾ അറിഞ്ഞ് നിന്നെ ഒരു അത്ഭുത സാക്ഷിയാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ചുറ്റും ആ ദേശക്കാർ, ആ പള്ളിയിൽ വന്നവർ, ആരാധനയ്ക്ക് വന്നവർ, ആമേൻ ദേവാലയ പ്രമാണി, ആമേൻ സ്തോത്രം സകലരും ഹല്ലേലൂയ അത്ഭുതപ്പെടുമാറ്. അവർ പറഞ്ഞു, ഇവനല്ലയോ സ്തോത്രം ഹല്ലേലൂയ ആ സുന്ദരൻ ദേവാലയത്തിൻ്റെ മുൻപിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവൻ. ഹല്ലേലൂയ. അനേകർ അത്ഭുതപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മയും കുറിച്ച് ദൈവം ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം അനേകർ നമ്മളെ കണ്ട് അത്ഭുതപ്പെടുമാറ്. ആമേൻ നമ്മുടെ മുടന്തുകൾ മാറ്റി, ആമേൻ അനങ്ങുവാൻ പറ്റാത്ത സാഹചര്യത്തെ മാറ്റി, ആമേൻ സ്റ്റക്കായിപ്പോയ സ്തോത്ര ജീവിതങ്ങളെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ മുന്നേറുവാൻ കഴിയാതെ തടസ്സപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിങ്ങളെ സ്തോത്രം ഹല്ലേലൂയ ഒരു മൂലയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ ലോകം നിങ്ങളെ ഞെക്കി ഞെരുക്കി ഹല്ലേലൂയ ഒരു മൂലയിൽ ഹല്ലേലൂയ ഒരു സ്ഥാനത്ത് നിങ്ങളെ ഒതുക്കിയിരിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശത്രുവിൻ്റെ സകല ചങ്ങലകളും പൊളിച്ചുകൊണ്ട് ഹല്ലേലൂയ നിങ്ങളെ പുറത്തെടുക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ ആമേൻ. അനേകർക്ക് നിങ്ങളെ ഒരു അത്ഭുതകരമാക്കി മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അനേകർ ചുറ്റും കൂടി ഹല്ലേലൂയ ആ ദേശക്കാർ പത്രോസിനെയും യോഹന്നാനെയും ചുറ്റിലും കൂടി. ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആ പത്രോസിൻ്റെ മേലും യോഹന്നാൻ്റെ മേലും സ്തോത്രം വ്യാപരിച്ച ദൈവകൃപ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവർ സ്തോത്രം നോക്കുക, പത്രോസ് സ്തോത്രം ഹല്ലേലൂയ ഒരു മുഖ്യനായ പത്രോസ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം പഠിപ്പറിവോ ആമേൻ ജ്ഞാനമോ ഇല്ലാതിരുന്ന സ്തോത്രം സാധാരണ മനുഷ്യനെ ആമേൻ ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ ഹല്ലേലൂയ 3 പ്രാവശ്യം സ്തോത്രം തള്ളിപ്പറഞ്ഞ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് തന്നെ ദൈവം സ്തോത്രം ഹല്ലേലൂയ ഈ അത്ഭുതങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവൻ്റെ വാക്കിൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി അവൻ പറഞ്ഞത് സ്തോത്രം അങ്ങനെ തന്നെ സംഭവിച്ചു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുന്ന വചനം പറയുന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം നീ സ്തോത്രം വിശ്വാസത്തെ ബലഹീനനായിരിക്കാം. ആമേൻ. ഒരുപക്ഷെ സ്തോത്രം നീ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ നിൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാം. ഹല്ലേലൂയ ആമേൻ. ലോകക്കാർ നിന്നെ നോക്കി സ്തോത്രം ഒരു വേസ്റ്റ് എന്ന കണക്ക് മാറ്റി നിർത്തിയിരിക്കാം. ആമേൻ സ്തോത്രം പ്രതികൂലങ്ങളെ കണ്ട് ഞെരുക്കങ്ങളെ കണ്ട് നീ ഭയപ്പെടാതെ ആമേൻ സ്തോത്രം വിശ്വാസത്തോടു കൂടെ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അധരം തുറന്ന ദൈവത്തോട് യാചിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിൻ്റെ ചരിത്രത്തെ മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം ശക്തിയോടുകൂടെ വചനം ശക്തിയോടുകൂടെ ലോകത്തോട് വിളിച്ചു പറയുവാൻ നിനക്കറിയത്തില്ലെങ്കിൽ സ്തോത്രം ആമേൻ സ്തോത്രം വചനം എന്താണെന്ന് നിനക്കറിയത്തില്ലെങ്കിൽ ആമേൻ ദൈവം ആരെന്ന് അറിയത്തില്ലെങ്കിലും ഹല്ലേലൂയ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് എന്ന സ്തോത്രം കാര്യസ്ഥൻ നിനക്ക് വരുമ്പോൾ അവൻ സ്തോത്രം ഹല്ലേലൂയ നീ എന്ത് ചെയ്യണമെന്ന് ദൈവം പരിശുദ്ധാത്മാവ് സ്തോത്രം നിന്നെ നയിക്കും. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ ഹല്ലേലൂയ
ആമേൻ സ്തോത്രം ഹാലലിയ ലോകത്തിൻ്റെ സ്തോത്ര ഇൻപങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ സ്തോത്രം ആഗ്രഹങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ച് പുറത്തെടുക്കുവാൻ കഴിയുന്ന ആമേൻ സ്തോത്രം ഒരു നല്ല സ്തോത്രം ഹാലലിയ കർത്താവ് നമുക്കുണ്ട്. ഹാലലിയ പ്രിയമുള്ളവരെ സ്തോത്രം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. ഹാലലിയ ഇന്ന് നീ സ്തോത്രം ഹാലലിയ ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളിൽ നിന്നും, എല്ലാ മനോഭാരങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ കണ്ണീരുകളിൽ നിന്നും വിടുതൽ നൽകുവാൻ കഴിയുന്ന ഏക നാമം ആമേൻ സ്തോത്രം യേശു ക്രിസ്തു എന്ന നാമം മാത്രം അത്രേ. ഹാലലൂയ ആമേൻ സ്തോത്രം ഹാലലൂയ. ഈ അന്ത്യകാലത്ത് ഉണർന്ന് കർത്താവിന് വേണ്ടി നിൽപ്പാൻ ആമേൻ സ്തോത്രം ആരൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ഹാലലൂയ ആരൊക്കെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നു, ഹാലലൂയ ആമേൻ സ്തോത്രം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരത്ഭുത മന്ത്രിയാണ് നാം ആരാധിക്കുന്നത്. ഹാലലൂയ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആരെയാണെന്ന് ആമേൻ നമുക്ക് സ്തോത്രം വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. ഹാലലൂയ അഖിലാണ്ടത്തിൻ്റെ ഉടയവനും ആമേൻ സകലത്തെയും തൻ്റെ വാക്കിനാൽ ഉളവാക്കിയനുമായ യേശു കർത്താവ് ഇന്ന് രാത്രിക്കാലം സ്തോത്രം നിൻ്റെയും ജീവിതത്തിൻ്റെ അകത്ത് അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കുവാൻ കഴിയുന്ന ദൈവം. ആമേൻ സ്തോത്രം അടയപ്പെട്ട സകല മേഖലകളിൽ തുറക്കുവാൻ കഴിയുന്ന ദൈവം. ആമേൻ ആത്മാവിൻ്റെ എരിവോടുകൂടെ സ്തോത്രം ഹാലലിയ ദേശത്തിൻ്റെ നെടുകയും കുറുകയും നടപ്പാൻ ആമേൻ സ്തോത്രം അനേകർക്ക് സ്തോത്രം നീ ഒരു സാക്ഷിയായി മാറുവാൻ, അനേകർക്ക് നിന്നെ ഒരു അത്ഭുതകരമാക്കി മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹാലലിയ ആമേൻ സ്തോത്രം ലോകക്കാർ നിന്നെ നോക്കി പറഞ്ഞിരിക്കാം ആമേൻ ഹാലലൂയ ആമേൻ സ്തോത്രം ഇവൻ ഹാലലൂയ ഇവനെ കൊണ്ടൊരു പ്രയോജനവുമില്ല. ഹാലലൂയ ആമേൻ സ്തോത്രം ഹാലലൂയ ആമേൻ സ്തോത്രം ഇവന് സ്തോത്രം ബുദ്ധിയില്ല, ഇവന് ജ്ഞാനമില്ല, ഇവൻ പറയുന്നത് ഹാലലൂയ ഇവന് സംസാരിക്കുവാൻ കഴിയുന്നില്ല, ഇവന് നടക്കുവാൻ കഴിയുന്നില്ല. ആമേൻ സ്തോത്രം അതൊന്നും എൻ്റെ യേശുവിന് പ്രശ്നമല്ല. നിന്നെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുമോ? ആമേൻ സ്തോത്രം ഹാലലൂയ തള്ളിക്കളഞ്ഞ നിന്നെ ആമേൻ ഒരു പ്രധാന കല്ലാക്കി മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹാലലൂയ ആമേൻ സ്തോത്രം ഹാലലിയ ആമേൻ ആമേൻ സ്തോത്രം ലോകത്തിൽ ഹാലലിയ ഇൻപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ലോക സ്തോത്രം ഹാലലിയ ലോക സ്തോത്രം മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഹാലലിയ ആമേൻ സ്തോത്രം പാപത്തിൻ്റെ സ്തോത്രം ചെളിക്കുഴിയിൽ കിടക്കുന്ന ആമേൻ സ്തോത്രം മനുഷ്യരെ വിടുവിക്കുവാൻ ആമേൻ സ്തോത്രം ഹാലലിയ ആമേൻ തൻ്റെ സ്തോത്രം തനിക്ക് ലഭിച്ച സ്തോത്രം ആമേൻ സ്തോത്രം ആമേൻ തൻ്റെ ആമേൻ പടകും തൻ്റെ സ്തോത്രം തനിക്ക് ലഭിച്ച മീൻകൂട്ടത്തെയും ആമേൻ വേസ്റ്റെന്നെണ്ണി യേശുവിനെ അനുഗമിച്ച സ്തോത്രം പത്രോസിനെ കൊണ്ട് ഹല്ലേലൂയ ആമേൻ നോക്കുക പത്രോസിൻ്റെ ഹാലലിയ പത്രോസിനെ എങ്ങനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്? ഹാലലിയ ആമേൻ സ്തോത്രം കടലിൽ മീൻ പിടിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന ആമേൻ ആ പടകിൻ്റെ മേൽ യേശു കർത്താവ് കയറി ആമേൻ സ്തോത്രം സുവിശേഷം ജനങ്ങളോട് പറഞ്ഞു. സന്തോഷത്തോടുകൂടി അവരെല്ലാവരും മടങ്ങിപ്പോയി. ഹാലലിയ ആമേൻ എന്നാൽ ഹൃദയത്തിനകത്തുള്ള ഭാരം, പത്രോസിൻ്റെ ഹൃദയത്തിനകത്തുള്ള ഭാരം, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരുന്ന ആമേൻ ആ ഹൃദയത്തിനകത്ത് ഹാലലിയുള്ള ഭാരം, വേദന, നിരാശ തിരിച്ചറിഞ്ഞ യേശു കർത്താവ് ആഴത്തിലേക്ക് സ്തോത്രം ഹാലലി വല വീശുക. ഹാലലിയ ആമേൻ സ്തോത്രം പത്രോസിന് അനുസരിക്കുവാതിരിക്കുവാൻ കഴിയത്തില്ല. കാരണം യേശുവിൻ്റെ മുൻപിൽ യേശുവിൻ്റെ വാക്കിന് അത്രമാത്ര സ്തോത്രം വിശ്വാസ്യതയും അത്രമാത്രം സ്തോത്രം ശക്തവുമായ ഒരു ആജ്ഞാശക്തിയുമുണ്ട്. ഹാലലുയ നോക്കുക സ്തോത്രം ഹാലലുയ യേശു നമ്മെ സ്തോത്രം വിളിക്കുന്നത് ആമേൻ വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല. ആമേൻ സ്തോത്രം ഹാലലുയ ആമേൻ സ്തോത്രം ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റുമെന്ന് പത്രോസിനോട് പറഞ്ഞു. ഹാലലുയ പത്രോസിനൊന്നും മനസ്സിലായില്ല. ഹാലലുയ എന്നാൽ പിന്നത്തേതിൽ ഹാലലുയ തള്ളിക്കളഞ്ഞു. ആമേൻ സ്തോത്രം യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പക്ഷേ സ്തോത്രം പിന്നത്തേതിൽ ആമേൻ സ്തോത്രം ഹാലലുയ 120 പേർ കൂടിയിരുന്നവരുടെ മധ്യത്തിൽ ആമേൻ സ്തോത്രം അവൻ്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അവനെ ബലപ്പെടുത്തി. ഹാലലുയ ആമേൻ സ്തോത്രം അവൻ ഭയം കൂടാതെ വണ്ണം സുവിശേഷം പറയുന്ന വ്യക്തിയാക്കി ദൈവം മാറ്റിയെങ്കിൽ ഹാലലുയ ആമേൻ സ്തോത്രം അവൻ മുഖാന്തരം ഈ സ്തോത്രം മുടന്തനെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ അതേ സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ ആമേൻ സ്തോത്രം നിന്നെയും എഴുന്നേൽപ്പിച്ച് ഹാലലുയ നിന്നെയും വിടുവിച്ച് ഹാലലുയ അനേകർക്കൊരു സാക്ഷിയാക്കി മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹാലലുയ ആമേൻ സ്തോത്രം നീ ഇത്രമാത്രം ചെയ്യുക. ആമേൻ നിൻ്റെ മുഴങ്കാൽ മടക്കി ഹാലലുയ ദൈവസന്നിധിയിൽ മുട്ടുക്കും മടക്കി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടോ? ആമേൻ നിന്നെ ഒരു അത്ഭുതകരമാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. ഹാലലുയ ശക്തിയോടുകൂടെ പറയുന്നു. ഹാലലുയ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അയക്കുകയും ചെയ്യും. ഹാലലുയ
പ്രിയമുള്ളവരെ, ആമേൻ, ആമേൻ, സ്തോത്രം. ആദ്യം സ്തോത്രം നിങ്ങൾ സമ്മതിക്കേണ്ടത്, സ്തോത്രം, നമ്മെ തന്നെ താഴ്ത്തുക ദൈവസന്നിധിയിൽ. ഞാനൊരു പാപിയായ മനുഷ്യൻ, ഹല്ലേലൂയ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്നെ പണിയണമേ, ഹല്ലേലൂയ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണിനെ പോലെ എന്നെ പണിയണമേ. അനേകർക്ക് പ്രയോജനമുള്ള ഒരു പാത്രമാക്കി എന്നെ മാറ്റണമേ. എന്നെയും അങ്ങയുടെ അഭിഷേകത്തിൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇതുവരെ നീ ആമേൻ നഷ്ടങ്ങളെ കണ്ട, നിരാശകളെ കണ്ട, ആമേൻ, സ്തോത്രം, കാലങ്ങൾക്ക് സ്തോത്രം മറുപടിയായി ആശ്വാസകാലങ്ങൾ സ്തോത്രം ഹല്ലേലൂയ നിന്നെ തേടി വരുവാനിടയായി തീരും. ഹല്ലേലൂയ, ആമേൻ, ആശ്വാസകാലങ്ങൾ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ലോകം തരുന്ന സമാധാനമല്ല, നിത്യമായ സമാധാനത്തെ ആമേൻ, സ്തോത്രം, ആമേൻ, നിൻ്റെ ജീവിതത്തിൽ നൽകുവാൻ എൻ്റെ യേശു മതിയായവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം എത്ര പേർ വിശ്വസിക്കുവാൻ കഴിയും? ആമേൻ, യേശു മതി എന്ന് പറയുവാൻ കഴിയുമോ? പത്രോസിനെയും യോഹന്നാനെയും ആമേൻ, സ്തോത്രം, ഈ മുടന്തനായ മനുഷ്യനെ ആമേൻ എഴുന്നേൽപ്പിക്കുവാൻ ആമേൻ ഒരത്ഭുതം പ്രവർത്തിച്ചത് യേശു കർത്താവ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. മുൻ നിയമിക്കപ്പെട്ട പ്രകാരം അത്രേ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രിക്കാലം യാദൃച്ഛികമായിട്ടല്ല ആമേൻ ഈ വചനം നിങ്ങൾ കേൾക്കുന്നത്. ആമേൻ, സ്തോത്രം. ഈ വചനം നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ, ഈ ദൈവശബ്ദം നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ, നിൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ. ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ സ്തോത്രം നടന്ന തിക്ത അനുഭവങ്ങളെ മാറ്റി ആമേൻ ആശ്വാസകാലങ്ങളാൽ നമ്മെ സ്തോത്രം നിറപ്പിക്കാൻ, ആമേൻ, സ്തോത്രം, നിങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുവാൻ കഴിയുന്ന ഏക സത്യദൈവം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആകാശത്തിൻ്റെ കീഴിൽ മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ ആമേൻ നൽകപ്പെട്ട വേറെ നാമമില്ല. ഹല്ലേലൂയ, ഇന്ന് രാത്രി സമർപ്പിച്ചാട്ടെ. ഈ യേശു നിങ്ങളെ വിടുവിക്കും. ഈ യേശു നിങ്ങളെ സ്തോത്രം എഴുന്നേറ്റ് നടക്കുമാറാക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ദേശത്തിൻ്റെ നെടുകയും കുറുകയും നടക്കുമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി സമർപ്പിച്ചാട്ടെ. ആമേൻ, ദൈവം ഹല്ലേലൂയ നിന്നെ ഒരു അത്ഭുതകരമാക്കി മാറ്റും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സടകുടഞ്ഞെഴുന്നേൽപ്പാൻ. ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിപ്പാൻ. ഹല്ലേലൂയ, ആമേൻ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിൻ്റെ നാമത്തെ വൈരികൾക്ക് മുമ്പിൽ ഉയർത്തുവാൻ. ആമേൻ, മനുഷ്യരുടെ മുമ്പിൽ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ. ആമേൻ, നിൻ്റെ അധരങ്ങളെ വിട്ടുകൊടുക്കുവാൻ തയ്യാറുണ്ടോ? ആമേൻ, സ്തോത്രം. നിൻ്റെ സമയങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, നിന്നെ ഒരു അത്ഭുതകരമാക്കി മാറ്റും. ഹല്ലേലൂയ, വിശ്വസിക്കുക. ഹല്ലേലൂയ, ദൈവം നിശ്ചയവും ആയി നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഈ വചനഭാഗങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, സ്തോത്രം, സ്തോത്രം.